നേട്ടങ്ങളിൽ ആഹ്ലാദിക്കുന്നതിലും അഭിമാനിക്കുന്നതിലും മലയാളികൾ പണ്ടേ മുൻപന്തിയിലാണ്. ഒരു മലയാളിക്ക് ആഹ്ലാദിക്കാൻ അങ്ങേത്തലയ്ക്കൽ ഒരു പൂർണ്ണമായ മലയാളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു മലയാളി ബന്ധം മതി, അല്ലെങ്കിൽ ഒരു മലയാളി സ്പർശം മതി മലയാളിയുടെ ആഹ്ലാദം വാനോളമെത്താൻ. അത്തരത്തിൽ മലയാളിയുടെ ആഹ്ലാദവും അഭിമാനവും വാനോളമെത്തിയ ഒരു വാർത്താ സംഭവം ഈയിടെ ഉണ്ടായി. അനിൽ മേനോൻ എന്ന പേരുള്ള ഒരു ഗഗനചാരി ബഹിരാകാശം തൊടാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത. അനിൽ മാധവൻ സമോയിലങ്കോ മേനോൻ എന്നാണ് ആളിന്റെ മുഴുവൻ പേര്. അമ്മ ഉക്രൈൻകാരിയാണ്, അച്ഛൻ ഒറ്റപ്പാലത്തുകാരൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം പത്രങ്ങളിൽ ഇതൊരു വൻ വാർത്തയായി, വലിയ ആഘോഷമായി. ചരിത്ര നേട്ടത്തിന് അനിൽ മേനോൻ എന്നായിരുന്നു മാതൃഭൂമി എഴുതിയിരുന്നത്, ഒരു സാധാരണ വാർത്ത പോലെ. ബഹിരാകാശത്തേക്ക് മലയാളിയുടെ കന്നിയാത്ര 14 എന്നായിരുന്നു കേരള കൗമുദി എഴുതിയത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ശീർഷകമാണ് മലയാള മനോരമയിൽ കണ്ടത്. അവിടെ ഒരു ഗംഭീര ആഘോഷം തന്നെയായിരുന്നു. ഓർബിറ്റിലേക്ക് ഒറ്റപ്പാലം എന്നാണ് കണ്ടത്. ഈ അനിൽ മേനോന്റെ അച്ഛൻ ഒറ്റപ്പാലത്തുകാരനായതിന്റെ ഒരു ബന്ധമാണ് ഈ ഒറ്റപ്പാലം എന്ന് അവിടെ എഴുതാൻ കാരണം. മാത്രമല്ല, അതിനിപ്പുറത്തായി മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്. മലയാളിക്ക് ബഹിരാകാശവുമായി ഇനി ഒറ്റ പാലത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റൊരു ദിവസം മനോരമയിൽ വേറൊരു ശീർഷകം കണ്ടു, അരികെ അരികെ അനിലാകാശം എന്ന്. ഇനി മലയാളിയുടെ സ്വന്തം ബഹിരാകാശം എന്നാണ് അവിടെ എഴുതി കണ്ടത്. ബഹിരാകാശത്തെ മലയാളി താരകം എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചത്. അഭിമാന പഥം എന്നായിരുന്നു മാതൃഭൂമിയിലെ ശീർഷകം. ഭ്രമണപഥം എന്നൊക്കെ പറയുന്നത് പോലെ അഭിമാന പഥം. മലയാള മനോരമയിൽ പോയി വാ അനിൽ എന്നാണ് എഴുതി കണ്ടത്. അവിടെ പോയി വാനിൽ എന്ന് വേണമെങ്കിൽ വായിക്കാം, കാരണം 2 നിറത്തിലുള്ള മഷി കൊണ്ടാണ് അത് അച്ചടിച്ചിട്ടുള്ളത്. മാധ്യമം പത്രത്തിൽ മറ്റൊരു രീതിയിലാണ് കണ്ടത്, വിണ്ണിലുദിച്ചു മലയാളം എന്നാണ്. ഒടുവിൽ ആ ചരിത്രം പിറന്നു, ആദ്യമായി ഒരു മലയാളി ബഹിരാകാശത്ത് എന്നായിരുന്നു ആ പത്രം എഴുതിയിരുന്നത്. സകല പത്രത്തിലെയും റിപ്പോർട്ടുകൾ മലയാളിയുടെ അഭിമാനം വാനോളം ഉയർന്നതായി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഈ ശീർഷകങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ടാണോ മലയാളി ബഹിരാകാശത്ത് അല്ലെങ്കിൽ ചന്ദ്രന് മീതെയൊക്കെ എത്തുന്നത് എന്നൊരു സംശയം തോന്നാം. മുൻപ് മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പത്രം എഴുതിയിരുന്ന ഒരു ശീർഷകം ഓർക്കുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, മോഹൻലാൽസ് ഫാൽക്കെ ഹാസ് മലയാളീസ് ഓവർ ദ മൂൺ എന്നായിരുന്നു. ഓവർ ദ മൂൺ എന്നാൽ അത്യാഹ്ലാദത്തിലേക്ക് നീങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് നീങ്ങുമ്പോൾ മലയാളിയുടെ ആഹ്ലാദവും ഒപ്പം നീങ്ങുകയാണ്. മലയാളികളെ അങ്ങേയറ്റത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിയുടെ ദേഹവിയോഗം. അസംഖ്യം ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഗായികയായിരുന്നു എസ് ജാനകി. മലയാളിയല്ല, പക്ഷേ മലയാളികൾക്കാൾ എത്രയോ സുന്ദരമായി മലയാളം പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വാഭാവികമായും ജാനകിയുടെ നിര്യാണം എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായിരുന്നു. വാർത്തകളിലേറെയും ജാനകി പാടിയ ജനപ്രിയ ഗാനങ്ങളിലെ ഏതെങ്കിലും വരികളാണ് നിറഞ്ഞത്. ഉണരുണരു ഗന്ധർവ ഗായിക എന്നായിരുന്നു കേരള കൗമുദിയിൽ കണ്ടത്. തെന്നിന്ത്യൻ സിനിമയിലെ ഗന്ധർവ ഗായിക എന്നാണ് ആ പത്രം എസ് ജാനകിയെ വിശേഷിപ്പിച്ചത്. മാഞ്ഞു മഞ്ഞണി പൂനിലാവ് എന്നാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. ജാനകി പലരുടെ മനസ്സിൽ ഇടം നേടിയത് മഞ്ഞണി പൂനിലാവ് എന്ന പാട്ടിലൂടെയാണെന്ന കാര്യവും ഏവർക്കും ഓർക്കാവുന്നതേ ഉള്ളൂ. മിഴിയോരം നനഞ്ഞൊഴുകും എന്നായിരുന്നു മാധ്യമം എഴുതിയത്. അവിടെ പറയുന്നത് കുറച്ച് നീട്ടിയിട്ടാണ്, ഇമ്പമാർന്ന പാട്ടുകളുടെ തേനും വയമ്പും മലയാളിയുടെ നാവിൽ നൽകിയ ഗായിക എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുമൊക്കെ ജാനകി പാടിയ പല പാട്ടിൻ്റെയും വരി കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ്. മയങ്ങു പാട്ടിൻ മടിമേലെ എന്നാണ് മലയാള മനോരമയിൽ കണ്ട വളരെ സുന്ദരമായ ഒരു ശീർഷകം. അതും ഒരു പാട്ടിൽ നിന്ന് രൂപം കൊണ്ട ശീർഷകം തന്നെയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി ഭൂമിയിൽ അവതരിച്ച ശബ്ദം നിലച്ചു എന്നാണ് മനോരമയിൽ എഴുതി കണ്ടത്. അവിടെ മറ്റൊരു വിശേഷണം കൂടി നൽകിയിരുന്നു, വളരെ കൃത്യമായ ഒരു നിരീക്ഷണം. ഏത് ഭാവവും അനായാസേന ശ്രുതി ചേർന്ന സ്വരമാധുരി എന്നായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അഷ്ടമൂർത്തി എന്ന പേരായ സാഹിത്യകാരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത്, പാട്ടുകാർ മരിക്കുമ്പോഴാണ് പത്രത്തിലെ സബ് എഡിറ്റർമാർ കവികളാകുന്നത് എന്നാണ്. ജാനകി മരിച്ചപ്പോൾ മലയാളത്തിന്റെ മഞ്ഞണി പൂനിലാവ് മാഞ്ഞുവെന്നും മലയാളത്തിന്റെ സൂര്യകാന്തി പൊഴിഞ്ഞുവെന്നുമൊക്കെയാണ് തലക്കെട്ടുകൾ. എന്നാലും മന്നാടെ മരിച്ചപ്പോൾ മലയാളത്തിന്റെ മാനസമയന മാനത്തേക്ക് പറന്നുവെന്നും
ജയചന്ദ്രൻ മരിച്ചപ്പോൾ മലയാളത്തിന്റെ പൂർണ്ണേന്ദുമുഖി അസ്തമിച്ചു എന്നുമൊക്കെ എഴുതി പിടിപ്പിച്ചത് കുറച്ച് കടന്നു പോയില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ജാനകിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു കാര്യം പറയാതെ വയ്യ. 17ലേറെ ഭാഷകളിലായി 40,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. മലയാള മനോരമയിൽ 20,000-ഓളം പാട്ടുകൾ എന്ന് കണ്ടിരുന്നു. രണ്ടായാലും വലിയൊരു സംഖ്യ തന്നെയാണത്. ഈ ഭാഷകളെന്ന് പറഞ്ഞാൽ ഹിന്ദി, സംസ്കൃതം, ബംഗാളി, ഒഡിയ, അങ്ങനെ പഞ്ചാബി ഉൾപ്പെടെയുള്ള പല ഭാഷകളിലാണ് ജാനകി പാടിയിട്ടുള്ളത്. നമ്മുടെ പത്രങ്ങളൊക്കെ എസ് ജാനകി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? തെന്നിന്ത്യയിലെ ഗായിക എന്നാണ്. ഹിന്ദു പത്രം എഴുതിയിരുന്നത് ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി മാഞ്ഞു എന്ന മട്ടിലാണ്. ഇതുപോലെയൊക്കെ തന്നെ ഇത്രയൊക്കെ ഭാഷകളിൽ തന്നെയാണ് ലതാ മങ്കേഷ്കറും പാടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ ഭാരതത്തിന്റെ വാനമ്പാടി എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ വ്യഗ്രതയാണ്. ഇത്തരത്തിലുള്ള ഒരു വിവേചനം കൊണ്ട് തന്നെ ആവാം എസ് ജാനകി ചില വലിയ പുരസ്കാരങ്ങൾ വേണ്ടെന്ന് വെച്ചത്.